എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മൾ നാളത്തേന് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷെയറുകളാണ്. ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഷെയറുകളാണ്. അപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഷോർട്ട് സെല്ലാണ് ചെയ്യുന്നത്. അത് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഏത് ലെവലിലാണ് എൻട്രി എടുക്കുന്നതെന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ അതിൻ്റേതായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ടൈം എടുത്ത് പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ലൈവ് മാർക്കറ്റിൽ ഈ ഷെയറുകളുടെ മൂവ്മെൻറ്റ് കണ്ട് മനസ്സിലാക്കാൻ പഠിക്കണം. അപ്പോൾ അത് ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾ നോക്കുക. പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ നോർമൽ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ഷെയറുകൾ ഇന്നത്തെ ദിവസം നാളെ ട്രേഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഷെയറുകൾ ഇന്നത്തെ ദിവസം നല്ല മൂവ്മെൻറ്റ് തന്നതും, അതല്ല എങ്കിൽ പ്ലസ് നിൽക്കുകയാണെങ്കിലും ഷെയർ വീക്ക്നെസ് കാണിച്ച ഷെയറുകളും നമ്മൾ ട്രേഡിങ്ങിന് എടുക്കും. അപ്പോൾ നമ്മളിന്ന് 19 ഷെയറാണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ 19 ഷെയറുകളിൽ ഏതെങ്കിലും ഷെയർ ഇന്നത്തെ ഹൈയുടെ മുകളിൽ വന്നതിന് ശേഷം ഇന്നത്തെ ഹൈയുടെ താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ചാൻസ് എടുക്കും. ആ സമയത്ത് അന്നേരം വന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കും. അതല്ല ഇന്നത്തെ ഹൈയുടെ മുകളിൽ പോയി നേരെ റെസിസ്റ്റൻസ് R1 ലെവലിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യും. R1 വന്നതിന് ശേഷം R1 മുകളിൽ ട്രേഡായിട്ട് തിരിച്ച് ഈ R1 ഇപ്പോൾ എക്സാമ്പിൾ ഫസ്റ്റ് ഷെയർ ഇപ്പോൾ R1 473.85 ആണ്. ഇതിൻ്റെ ഇന്നത്തെ ഹൈ 447 ആണ്. അപ്പോൾ ഇത് 447 മുകളിൽ ഓപ്പണിങ് വന്ന് നേരെ പോയി 473.85 മുകളിൽ പോയതിന് ശേഷം ഈ R2 വരാതെ തിരിച്ച് ഈ 473.85 താഴെ ട്രേഡ് ആകാൻ തുടങ്ങിയാൽ നമ്മൾ ആ റേഞ്ചിൽ എൻട്രി എടുക്കും. ആ സമയത്ത് വന്നിട്ട് ഇപ്പോൾ 480 ആണ് ഹൈ എങ്കിൽ 480യുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമ്മളിവിടെ സെല്ല് ചെയ്യും. അതല്ല 500 വന്നിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ നമ്മൾ ഇപ്പോൾ 505, 510 റേഞ്ച് വന്നിട്ടാണ് 500 ലെവലിൽ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുന്നതെങ്കിൽ നമ്മൾ 500 താഴെ സെല്ല് ചെയ്ത് വിടും. എന്നിട്ട് അന്നേരം വന്നിരിക്കുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടും. അങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്. പിന്നെ ചില കൂടുതലും ഷെയറുകൾ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ നിന്ന് വന്ന് താഴെപ്പാനാണ് ചാൻസ് കൂടുതൽ. R1 റേഞ്ച്, അതുപോലെ ഈ R1 റേഞ്ചൊക്കെ ഒരു 5% മുകളിലാണെങ്കിൽ ഏറ്റവും നല്ലത്. ഓപ്പണിങ്ങിൽ ആ റേഞ്ച് കിട്ടുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില ഷെയറുകൾ വീക്ക്നെസ് കാണിച്ച ഷെയറുകൾ കാണുമായിരിക്കും. അപ്പോൾ ആ ഷെയറുകൾ തലേ ദിവസത്തെ ഹൈയുടെ അവിടെ വരാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഷെയറിന് തലേ ദിവസത്തെ ഫുൾ ട്രേഡിങ് ആവറേജ് എത്രയാണോ, അതായത് ആവറേജ് ട്രേഡ് പ്രൈസ് എന്ന് പറഞ്ഞ് നമുക്ക് ആ വിൻഡോയിൽ കാണാൻ പറ്റും. ഷെയറിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആ റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഇവിടെ 2 എണ്ണം അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട്. റെപ്രോ എന്ന് പറയുന്ന ഷെയർ, MSTC എന്ന് പറയുന്ന ഷെയർ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇന്നത്തെ ആവറേജ് ട്രേഡ് പ്രൈസ് ഇതാണ്, 906, 993. നാളെ ഈ ഷെയർ ഈ ഹൈ പോകാതെ ഇപ്പം 937 ഹൈ. നാളെ അത് ഈ റേഞ്ച് പോകുന്നില്ല, 915, 20 ഒക്കെ വന്നിട്ട് ഈ 906 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കും. അന്നേരം വരുന്ന ഹൈയിലും കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ്. അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന രീതി. പിന്നെ ലൈവ് മാർക്കറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, വാച്ച് ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി ട്രേഡ് എടുക്കാൻ പഠിക്കണം. നോർമൽ ഈ റേഞ്ച് കട്ടാകുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. പിന്നെ ചില ഷെയറിനകത്ത് ഹെവി മൂവ്മെൻറ്റ് കണ്ടാൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. നോർമൽ നമ്മൾ ഈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചെറിയൊരു പ്രോഫിറ്റൊക്കെ തരും. ചില ഷെയറുകൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോവും. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നതിനകത്തുനിന്ന് 2-3 ഷെയറെങ്കിലും, 2-3 ഒരു 4-5 ഷെയറെങ്കിലും നല്ല രീതിയിൽ ഒരു 5 to 10% ഒക്കെ ഡൗൺ ട്രെൻഡിൽ പോകാറുണ്ട്. ഇന്നത്തെ ദിവസം 1-2 ഷെയർ കണ്ടിട്ടുണ്ട്. ഞാനത് ഇനി ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഷെയറുകളിൽ ഇന്നത്തെ ആവറേജ് ഈ റേഞ്ചിന് മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ഈ 2 ഷെയറിനകത്ത് ചാൻസ് എടുക്കാൻ റെപ്രോയ്ക്കകത്തും MSTC. അതുപോലെ വേറെ ഒരു വൊക്കാട്ട് ഫാർമ എന്ന് പറഞ്ഞ ഷെയർ 4.5%, 5% അടുത്ത് പ്ലസ്സിലാണ്. അത് ലാസ്റ്റ് ടൈമിൽ കയറി വന്ന ഷെയറാണ്. ലാസ്റ്റ് ടൈമിൽ ഒരു ഷെയറിനകത്ത് കയറി വരുന്നത് അത് മിക്കവാറും ഷോർട്ട് കവറിങ് ആയിരിക്കും. ഇതിൽ മോർണിംഗ് തൊട്ടേ ഡൗൺ ട്രെൻഡിൽ നിന്നതിന് ശേഷം കയറി വന്നു. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ ഇത് ഈ 600 മുകളിൽ പോയിട്ട് ഈ R1 റേഞ്ച് ചെയ്യുന്ന താഴെ പോകാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ചിലപ്പോൾ 610 വരെ വന്നിട്ടായിരിക്കും ഈ 601 കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ 610 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഈ 601 താഴെ
നമ്മൾ എൻട്രി എടുക്കുക. സെല്ലിംഗ് ആണ് ചെയ്യുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒന്ന് വോക്കാൻ ഫാർമ നല്ല ചാൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഗെയിൽ എന്ന് പറയുന്ന ഷെയർ, ഗെയിലിൻ്റെ ഇന്നത്തെ ഹൈ അതുപോലെ R1 ഏകദേശം അടുത്തടുത്താണ്. അപ്പോൾ നമുക്ക് ഈ 405 410 ഒക്കെ വന്നിട്ട് ഈ റേഞ്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഇതിന് ശേഷം ഈ 397 95 എന്നുള്ളവരെ കട്ട് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോവും. അതുപോലെ ഈ ICIL എന്ന് പറയുന്നത് ഇതൊക്കെ നല്ല വോളിയുള്ള ഷെയറായിട്ട് പേടിക്കേണ്ട കാര്യമില്ല, നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഹൈ 194, അത് R1. ഈ R1ന് മുകളിൽ വന്നിട്ട് തിരിച്ചിറങ്ങാൻ ചാൻസ് കൂടുതലാണ്, R1 R2. അതുപോലെ ഈ EID പ്യാരി എന്ന് പറയുന്ന ഷെയർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ഹൈയും R1ഉം ഏകദേശം സെയിം, ഒരു 10-15 പൈസയുടെ വ്യത്യാസമാണ്. അപ്പോൾ ഈ പെട്ടെന്ന് ഓപ്പണിങ് ചിലപ്പോൾ ഈ റേഞ്ചിൻ്റെ മുകളിലോട്ട് വന്നിട്ട് തിരിച്ചിറങ്ങുന്നതാണ്ട ഈ 653 കട്ടായി താഴോട്ട് വന്നാൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകും. ചിലപ്പോൾ ഒരു 10-15 നിമിഷം നേരം കൊണ്ട് കിട്ടും. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ സി എൻ്റർടൈൻമെൻറ്റ് നോക്കുക. ഇത് നാളെ ഈ റേഞ്ച് ഹൈയിൽ പോകാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ ഒരു 96 97 അല്ല 98 റേഞ്ചൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങാനാണ് ചാൻസ് കൂടുതൽ. അത് ഈ ലെവലൊന്നും ലെവലിൽ നോക്കേണ്ട കാര്യമില്ല. ഒരു 97 98 റേഞ്ചിലൊക്കെ കിട്ടുവാണെങ്കിൽ ഒരു എൻട്രി എടുക്കുക. ഒരു 200 ഇതിന് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടണം. ഈ R1ന് മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. എൻട്രി എടുക്കുന്നവർ ഇപ്പോൾ 200 റേഞ്ചിലൊക്കെ വന്നവർ എൻട്രി എടുത്താൽ ഒരു 205 10 എന്നൊക്കെയുള്ള സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുക. അതിനുശേഷം ഈ സാഗിൽ എന്ന് പറയുന്ന ഷെയർ ഈ 300 മുകളിൽ ഒരു പ്രാവശ്യം 300-നും 305-നും ഇടയ്ക്ക് വന്നിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ, അതായത് ഈ R1ന് മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ വേണമെങ്കിൽ എൻട്രി കൊടുത്തു വിടാം. അതല്ല ഇവിടെ ഈ റേഞ്ച് വരുന്നില്ല, 300 ജസ്റ്റ് അടിച്ചു 298 80 താഴെ വരുവാണെങ്കിലും എൻട്രി എടുക്കാം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ R1 R2 റേഞ്ച് ഒരു 5% ലെവലിലാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും, അവിടെ നിന്ന് ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നീട് ഇതിനകത്ത് നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസുള്ള ഈ മുദ്ര എന്ന് പറയുന്ന ഷെയർ, ഈ മുദ്ര അതും ഈ R1 ലെവലിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണ് ചാൻസ് എടുക്കാം. ഇപ്പോൾ ഒരു 20 ഉള്ളൊരു ഷെയർ ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞ് നമുക്കൊരു 10 രൂപ പ്രോഫിറ്റ് കിട്ടി അതായത് ബുക്ക് ചെയ്ത് മാറും. അല്ലാതെ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഒത്തിരി നോർമൽ ഞാൻ ഈ പറയുന്ന ഷെയറിനകത്ത് ചില ഷെയറിനകത്തൊക്കെ ഹെവി ആയിട്ട് താഴെ പോകാറുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് എൻ്റെ ഈ വീഡിയോസ് കാണുന്നവരും ട്രേഡ് എടുക്കുന്നവരും ആ ഒരു പ്രതീക്ഷ ചില ഷെയറുകൾ വെച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ വെച്ചുകൊണ്ടിരിക്കുന്ന ഷെയർ ചിലപ്പോൾ അന്നത്തെ ദിവസം മൂവ്മെൻറ്റ് കാണത്തില്ല. ചെറിയ പ്രോഫിറ്റ് ഒരു 10 രൂപയൊക്കെ പ്രോഫിറ്റ് കാണിച്ചിട്ട് തിരിച്ച് കയറി പോകും. നമ്മൾ ട്രേഡ് എടുത്തിട്ട് എന്താ പറയുന്നത്, നമ്മൾ വെയിറ്റ് ചെയ്യാത്ത ഷെയറാണ് നല്ല രീതിയിൽ ഇറങ്ങി പോകുന്നത്. അതൊക്കെ കുഴപ്പമെന്ന് പറയുന്നത് നമ്മളത് മാർക്കറ്റിൻ്റെ ആ ഷെയറിൻ്റെ മൂവ്മെൻറ്റ് കണ്ട് പഠിച്ച് മനസ്സിലാക്കാമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. എത്ര എന്ന് പറഞ്ഞാലും എനിക്ക് പോലും പറ്റാറില്ല അത്ര ഒരു ഫുൾ മൂവ്മെൻറ്റ് ബെനിഫിറ്റ് എടുക്കാൻ എനിക്ക് പോലും പറ്റാറില്ല. നമുക്ക് റീസണബിൾ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത് മാറുക. അപ്പോൾ ഈ നിഫ്റ്റിയും അതുപോലെ തന്നെ ഇച്ചിരി ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. എവിടം വരെ പോകുമെന്ന് അത്ര കൃത്യപ്പെട്ട ഇതിൽ എന്തായാലും നിഫ്റ്റിക്കകത്തും ബാങ്ക് നിഫ്റ്റിക്കകത്തും നമുക്ക് ഇതുപോലെ R1 റേഞ്ച് R2 റേഞ്ചൊക്കെ വന്നിട്ട് തിരിച്ചിറങ്ങുന്നുണ്ട്. ഒരു പ്രാവശ്യം ചാൻസ് എടുക്കാം, നമുക്ക് ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും കിട്ടും. ചില സമയം ഇപ്പോൾ ഇന്ന് നല്ലൊരു മൂവ്മെൻറ്റ് ബാങ്ക് നിഫ്റ്റി കാണിച്ചിട്ടുണ്ട്. നാളെ ചിലപ്പോൾ ഈ R1 റേഞ്ച് വന്നിട്ട് ഇറങ്ങുന്ന പോലെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരും. നിഫ്റ്റിയുടെയൊക്കെ ചാർട്ട് പഴയത് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഈ R1 R2 റേഞ്ച് അതൊക്കെ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ട്രേഡിങ്ങിന് എടുത്ത കുറച്ച് ഷെയറുകളുണ്ടായിരുന്നു. അതിൽ ഇന്ന് നമ്മൾ 23 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലൊരു 8-9 ഷെയർ നല്ല രീതിയിൽ ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ആദ്യത്തെ ഷെയർ ഈ പ്രീമിയർ പോളിമർ എന്ന് പറഞ്ഞൊക്കെ ഷെയർ നല്ല ഹെവി പ്രോഫിറ്റ് ആയിരുന്നു. പ്രീമിയർ പോളിമറെ, പിന്നെ പൈസാലോ ഡിജിറ്റൽ എന്നൊക്കെ പറയുന്ന ഷെയറുകൾ, നാറ്റ്കോ ഫാർമ 1071. പക്ഷെങ്കിൽ ഈ ആവറേജ് വന്നുള്ള ട്രേഡിങ്ങിനുള്ള ഷെയറിനുള്ള കുഴപ്പം ചിലപ്പം കുറേ നേരം ഈ റേഞ്ചിൽ നിന്ന് കളിക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പം നമുക്ക് ആ ഒരു മനസ്സിൻ്റെ ഒരു കൺട്രോൾ നഷ്ടപ്പെട്ട് നമ്മൾ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. പക്ഷേ അത് വെയിറ്റ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഈ നാറ്റ്കോ ഫാർമയ്ക്കകത്ത് ഈ 1071 റേഞ്ചിൽ 1071, 75, 68 ആ റേഞ്ചിൽ ഇങ്ങനെ നിൽക്കാവുന്നൊരു ഉച്ചവരെ. അതിനുശേഷം 2.5 കഴിഞ്ഞതിന് ശേഷമാണ് നല്ല രീതിയിൽ ആ ഷെയർ ഇറങ്ങിപ്പോയത്.
ജസ്റ്റ് കുറച്ച് ഷെയറിന് ഞാൻ കാണിച്ചു തരാം, പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ പ്രീമിയർ പോളിമർ നമ്മളെടുത്ത് നമ്മൾ പറഞ്ഞ രീതി വന്നായിരുന്നു. നോക്കാം, നമുക്ക് കറക്റ്റായിട്ട് നോക്കാം. ഇതുണ്ടല്ലേ പ്രീമിയർ പോളിമർ ഓപ്പണിങ്ങിൽ R1 മുകളിൽ ഓപ്പണായി നേരെ R2 കട്ട് ചെയ്തു, R3 പോയില്ല. നമ്മളെന്തോ ചെയ്യുന്നത്, ഏത് ലെവലിൽ താഴോട്ടാണ് ഫസ്റ്റ് വരുന്നത് അവിടെ നമ്മൾ എൻട്രി എടുക്കും. ഇത് വന്നിട്ട് R2 മുകളിൽ പോയിട്ട് തിരിച്ച് R2 താഴോട്ട് ഇറങ്ങി നമ്മൾ ഈ റേഞ്ച് എൻട്രി എടുക്കും. 216-17 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഉണ്ട്. എൻ്റെ ഇവിടെ കണ്ടില്ലേ, വെയിറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നോക്കി എവിടം വരെയാണ് പ്രോഫിറ്റ് കാണിച്ചേ, 193 വരെ വരുന്നുണ്ട്. നമ്മൾ 216 വരെ എൻട്രി എടുത്താൽ നമുക്ക് 23-24 രൂപ പ്രോഫിറ്റാണ് വൈകുന്നേരം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യമില്ല, നമുക്കിവിടെ ബുക്ക് ചെയ്യാമല്ലോ. പിന്നെ തിരിച്ച് ആവറേജ് വരുവാണെങ്കിൽ ട്രേഡ് എടുക്കാം. അങ്ങനെ എടുത്ത് മാറാം. പല പ്രാവശ്യമായിട്ട് ട്രേഡ് എടുത്ത് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ പറ്റും. നമുക്കൊരിക്കലും ഇവിടം തൊട്ട് ഈ റേഞ്ച് തൊട്ട് ഇത്രയും വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ക്ഷമയുള്ളവരൊക്കെ ആയിരിക്കണം. ഇനി അടുത്ത് നമുക്ക് പൈസാലോ എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ് ഡൗണിലായിരുന്നു. ഡൗണിൽ പോയി നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി. കണ്ടില്ലേ, R1 പോയില്ല, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ട്രേഡ് എടുത്ത് തിരിച്ചിറങ്ങി. 167 വരേക്ക് ഒരു എൻട്രി എടുത്താൽ 158-80, 157, 156, 11 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഇത്രയും ചെറിയ ഷെയറിനകത്ത് കിട്ടുന്നുണ്ട്. അതിനുശേഷം സുദർശൻ കെമിക്കൽ എന്ന് പറഞ്ഞൊരു ഷെയർ. സുദർശൻ കെമിക്കലും ഡൗൺ ട്രെൻഡിൽ ഓപ്പണായി നേരെ പോയി ഇന്നലത്തെ ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങി. നമ്മൾ ഈ ഹൈ അടിച്ച് 611 സംതിങ് ആണ് ഹൈ. നമ്മൾ ഈ 610 നമ്മൾ എൻട്രി എടുക്കേണ്ടത്. 610 എടുത്ത 2 രൂപയുടെ വ്യത്യാസം ഒരു റിസ്ക്കേ ഉള്ളൂ. അവിടെ നമ്മളൊരു 2 രൂപയുടെ റിസ്ക് എടുക്കാൻ വേണ്ടി എടുത്തായിരുന്നെങ്കിൽ നോക്കി 610 എൻട്രി എടുത്താൽ ഫസ്റ്റ് ഡൗൺ ട്രെൻഡിൽ തന്നെ 596 വരെ വരുന്നുണ്ട്. 592, 18 രൂപ പ്രോഫിറ്റ് കിട്ടി ടോട്ടൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. അതിനുശേഷം BLSC എന്ന് പറയുന്ന ഷെയർ ഫ്ലാറ്റ് അല്ല, ഡൗൺ ഓപ്പണിങ് വന്നു നേരെ കയറി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു, R2 പോയില്ല, തിരിച്ച് R1 താഴോട്ട് ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കും, 407 എൻട്രി എടുക്കും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 410. ഇത് ഇച്ചിരി സ്റ്റോപ്പ് ലോസ് കൂടുതലാണ്. പക്ഷേ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോപ്പ് ലോസ് വിഷയമല്ല. നമുക്കറിയാതെ പോകാൻ ചാൻസ് കുറവാണെന്ന്. നമ്മളിവിടെ ഒരു 407 എടുത്താൽ 395, ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ 407 390, 12 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വീണ്ടും അത് വന്ന് അവിടെ ടച്ച് ആകുന്നുണ്ട്. അന്നേരം നമ്മൾ വീണ്ടും എടുത്താൽ നമുക്ക് വീണ്ടും 397, വീണ്ടും നമുക്കൊരു 8 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ കയറിയിട്ടില്ല, ഇതൊക്കെ ശ്രദ്ധിക്കണം. ഈ കയറത്തില്ല, നമ്മൾ ഈ ഹൈ സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ആ റേഞ്ച് വരാറില്ല. പിന്നീട് ഈ മുദ്ര എന്ന് പറയുന്ന ഷെയർ, ഈ മുദ്ര ഇന്ന് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ലെവലിൽ നിന്ന് താഴെ നമുക്ക് ഇത് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഓപ്പണിങ് നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, തിരിച്ചിറങ്ങി നമ്മളിവിടെ എൻട്രി എടുക്കുക. 548 എൻട്രി എടുത്താലും നമുക്ക് 535, 548-80 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ 535, ഏകദേശം 13 രൂപ. അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെയിറ്റ് ചെയ്യുക, അത് അടുത്ത റേഞ്ചിൽ പോകുന്നുണ്ടോ എന്ന് നോക്കുക. അതല്ലെങ്കിൽ തിരിച്ചിറങ്ങി നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കാം. ഇവിടെ ഒരു എൻട്രി എടുത്താൽ 558 റേഞ്ച് എടുത്താൽ നമുക്ക് 552 വരുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ടൈമിൽ കയറിപ്പോയി. ഇവിടെ എടുത്തുന്നാലും 6-7 രൂപ കിട്ടുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ടൈമിൽ ഇവിടെ കയറിപ്പോകും, അത് ഷോർട്ട് കവറിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഈ ഷെയർ ഞാൻ നാളത്തെ ട്രേഡിങ്ങിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നാളെ ഈ ലെവലൊക്കെ ബ്രേക്ക് ആയിട്ട് ചിലപ്പോൾ തിരിച്ചിറങ്ങാൻ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ നാറ്റ്കോ ഫാർമ ഞാൻ പറഞ്ഞത്, നാറ്റ്കോ ഫാർമ ഇന്നലത്തെ ആവറേജ് എന്ന് പറയുന്നത് 1071. ഇതിന് മുകളിൽ പോയിട്ട് ഈ ലെവൽ
ഈ പ്രീവിയസ് ഡേ ഹൈ വരുന്നില്ല, ഈ ലെവലിന് താഴോട്ടിറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. 1071 നമ്മൾ 1070 കണ്ടില്ല, ഇവിടെ 1080 അടിച്ചു. അതിനുശേഷം 1070 നമ്മൾ എൻട്രി എടുക്കേണ്ടി ഈ 1071 താഴെ 71 എൻട്രി എടുത്തെന്ന് വെച്ചോ. പക്ഷേങ്കിൽ ഇതിന് ശേഷം ഇത്രയും സമയം ഏകദേശം ഒരു 1.5-2 മണിക്കൂർ എനിക്ക് തോന്നുന്നു ഒരേ നിപ്പ് അല്ലെങ്കിൽ ഹൈയിൽ തന്നെയാണ് നിന്നത് ഷെയർ. അപ്പോൾ ഇവിടെ നമ്മൾ പേടിച്ചു പോകും, നോർമൽ ആൾക്കാർ പേടിച്ചു. പക്ഷേ നമ്മൾ ആ ഹൈയുടെ മുകളിൽ 80 മുകളിൽ സ്റ്റോപ്പ് വെച്ചിട്ട് അത് അടിക്കത്തില്ല, അത് നേരെ തിരിച്ചുകൊണ്ടല്ലേ കുത്തനെ താഴെ ഇറങ്ങിപ്പോയി. ലാസ്റ്റ് ടൈം എപ്പോഴത്തേനെ 70 റേഞ്ച് എന്നത് 36 ഏകദേശം 34 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഇത് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഏറ്റവും പ്രധാനം, നമ്മൾ എത്ര സ്ട്രാറ്റജി പഠിച്ചിട്ടും കാര്യമില്ല, നമ്മളത് ലൈവ് മാർക്കറ്റിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് സംഭാവനകളൊക്കെ അതിനകത്ത് ചെയ്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ എല്ലാവർക്കും അത് നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.